ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് കണക്ക് എളുപ്പമാക്കാൻ മാറ്റിവെച്ചാലോ? 8, 9, 10, +1, +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കണക്കിലെ ബേസിക്സ് അഥവാ അടിസ്ഥാനപരമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വെക്കേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വിവിധ തരം നമ്പേഴ്സ് അഥവാ സംഖ്യകളെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. അതിലെ ആദ്യത്തേത് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. പേര് പോലെ തന്നെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളായ 1, 2, 3, 4, 5 എക്സെട്ര എന്നിവയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ N, വലിയക്ഷരം N കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ ഗ്രൂപ്പിനെ ചില പ്രത്യേകതകൾ അനുസരിച്ച് വിവിധ കൂട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തേത് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, ഒറ്റക്ക സംഖ്യകളും ഇരട്ട സംഖ്യകളും. 1, 3, 5, 7, 9 എക്സെട്ര എന്നിവയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി 1ന്റെയും 3ന്റെയും ഇടയിൽ വരുന്ന നമ്പറായ 2, 3ന്റെയും 5ന്റെയും ഇടയിൽ വരുന്ന നമ്പറായ 4, 5ന്റെയും 7ന്റെയും ഇടയിൽ വരുന്ന നമ്പറായ 6, 7ന്റെയും 9ന്റെയും ഇടയിൽ വരുന്ന നമ്പറായ 8 എക്സെട്ര ഇതുപോലെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതൊരു ഡെഫിനിഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടമായി നമുക്ക് 1 എന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ അത് ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാണ്. ഇനി ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം നമുക്ക് 0 കിട്ടുന്നത് എങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 2നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും? 0. അതുകൊണ്ട് 2 ഒരു ഇവൻ നമ്പർ അഥവാ ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി 3നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ്? 1. അതുകൊണ്ട് 3 ഒരു ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യയാണ്. ഇനി നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ രണ്ടാമത്തെ ഒരു തരംതിരിക്കലാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആൻഡ് പ്രൈം നമ്പേഴ്സ്, ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും. നമുക്കറിയാം, ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും ഹരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു വാല്യൂ ആണ് കിട്ടുക. അതുപോലെ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റേതെങ്കിലും ഒരു നമ്പർ കൊണ്ട് കൂടി ഹരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. ഒരു എക്സാമ്പിൾ നോക്കാം. 2നെ നമുക്ക് 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ്? 2നെ 1 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 2 കിട്ടുന്നു. 2നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 1 കിട്ടുന്നു. അപ്പൊ 2നെ 1 കൊണ്ടും 2 അതേ സംഖ്യ കൊണ്ടും ഹരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കിട്ടുന്നു. ഇനി 2നെ മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പൊ 2നെ നമുക്ക് 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാണ്. ഇനി 3നെയും നമുക്ക് 3 കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 3ഉം ഒരു പ്രൈം നമ്പർ ആണ്. 4നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ടും ഹരിക്കാം. അതുപോലെ തന്നെ 4നെ നമുക്ക് 2 കൊണ്ടും കൂടി ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 4 ഹരിക്കണം 2, 2 ആണ്. ഇപ്പൊ നമുക്ക് 4നെ 4 കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യയായ 2 കൊണ്ടുകൂടി ഹരിക്കാം. അതുകൊണ്ട് 4 ഒരു കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യയാണ്. ഇതുപോലെ തന്നെ 5 കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 5 ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാണ്. 6നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ടും ഹരിക്കാം. അതുപോലെ 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 6 ഹരിക്കണം 2, 3 ആണ്. അതുപോലെ 6നെ നമുക്ക് 3 കൊണ്ടും ഹരിക്കാം. 6 ഹരിക്കണം 3 എത്രയാണ്? 2 ആണ്. അപ്പോ 6നെ 6 കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റ് 2 സംഖ്യകൾ കൂടി ഹരിക്കാൻ കഴിയുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് R ഒരു കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യയാണെന്ന് പറയാം. ഈ ഒരു രീതിയിലാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആൻഡ് പ്രൈം നമ്പേഴ്സ് അഥവാ ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും എന്ന രീതിയിൽ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളെ തരംതിരിച്ചിട്ടുള്ളത്. അടുത്തതാണ് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. പൂജ്യവും എണ്ണൽ സംഖ്യകളും ചേർന്നതാണ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ, നാച്ചുറൽ നമ്പേഴ്സ് 1 മുതലാണ് തുടങ്ങുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്നാണ് പറയുന്നത്. ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ W അഥവാ വലിയക്ഷരം W കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ. പൂജ്യവും അതിനുശേഷവുമുള്ള നമ്പേഴ്സിന്റെ ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പൂജ്യത്തിന്റെ പിന്നിലുള്ള നമ്പേഴ്സ് ആണ് -1, -2, -3, -4, -5 എക്സെട്ര അങ്ങനെ -∞ വരെ. ഇവകളെയാണ് നമ്മൾ ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ന്യൂനസംഖ്യകളും പൂജ്യവും എണ്ണൽ സംഖ്യകളും അഥവാ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെട്ട ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. ഇവയെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ Z അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ I കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ. ഈ ലോകത്തുള്ള എല്ലാ സംഖ്യകളെയും കൂട്ടി നമ്മൾ പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ. റിയൽ നമ്പേഴ്സിനെ ജനറൽ ആയിട്ട് 2ആയി തരംതിരിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും, ഭിന്നകങ്ങളും അഭിന്നകങ്ങളും. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഒരു സംഖ്യയെ ഫ്രാക്ഷൻ രൂപത്തിൽ അഥവാ ഭിന്നസംഖ്യാ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ, ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ ഇവയെല്ലാം റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകങ്ങളാണ്. കാരണം ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? P/Q എന്ന ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ സാധിക്കും. ഇനി ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നകങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു നമ്പറിനെ നമുക്ക് P/Q എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കില്ല എങ്കിൽ ആ നമ്പേഴ്സുകളെ അഥവാ ആ സംഖ്യകളെയാണ് നമ്മൾ അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? √2, √3, √5, പൈ, ഇതുപോലെയുള്ള നമ്പേഴ്സുകളാണ് ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നകങ്ങൾ എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. ഇത്രയും നമ്പർ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും പഠിച്ചത് ഒന്ന് ഷോർട്ട് ആക്കി പറയാം. ഈ ലോകത്തുള്ള എല്ലാ നമ്പേഴ്സ് അഥവാ എല്ലാ സംഖ്യകളെയും നമ്മൾ റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ നമ്പേഴ്സിനെയും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഭിന്നകങ്ങൾ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അഭിന്നകങ്ങൾ. റാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏതൊരു നമ്പറിനെയും ഫ്രാക്ഷൻ രൂപത്തിൽ അഥവാ ഭിന്നസംഖ്യാ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? √2, √3, √5, പൈ, ഇതുപോലെ വരുന്ന സംഖ്യകളാണ് ഇറാഷണൽ നമ്പേഴ്സിൽ പെടുന്നത്. ഇനി റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇന്റീജേഴ്സ് പൂർണ്ണസംഖ്യകൾ, ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. ഇവയെല്ലാമാണ് റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകങ്ങൾ എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. ഇത്രയും നമ്പേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെല്ലാം ഓരോ നമ്പർ ഗ്രൂപ്പുകളെ വെച്ച് നമുക്ക് ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ വരെ പഠിക്കാനുണ്ട്. ഇറാഷണൽ നമ്പേഴ്സ് എന്നൊരു പാഠം വരുന്നുണ്ട്, റിയൽ നമ്പേഴ്സ് എന്നൊരു പാഠം വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡിഫൈൻ ചെയ്ത് പഠിക്കുകയാണ് ആ ഒരു പാഠങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു പാഠങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഡെഫിനിഷൻസ് ആയിരിക്കും റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എന്നിവയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ,
അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളോട് ഒരിക്കലും എക്സാമിന് വാട്ട് ഈസ് റിയൽ നമ്പർ, വാട്ട് ഈസ് റാഷണൽ നമ്പർ, വാട്ട് ഈസ് ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ വാട്ട് ഈസ് നാച്ചുറൽ നമ്പർ എന്നൊന്നും ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുക ഈ ഒരു നമ്പർ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യത്തിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് 1 മുതൽ ഇൻഫിനിറ്റി 1, 2, 3, 4, 5 എക്സെട്ര ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഓരോ നമ്പർ ഗ്രൂപ്പിലും ഏതൊക്കെ സംഖ്യകളാണ് ഉൾപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയോട് കൂടി എല്ലാ ഗ്രൂപ്പുകളിലും ഓരോ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റീജേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഉപകാരപ്രദവുമായ ഒരു ടോപ്പിക്കുമായി വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.